ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം മരുന്നും മന്ത്രങ്ങളും എന്നാണ് മാന്ത്രികത്തിലെ പൊതുവുള്ള ഒരു തത്വം. അപ്പോൾ നമ്മൾക്ക് അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണാൻ തന്നെ വേണം. കാരണം നമ്മൾ ഋഷിമാർ തന്നെയാണ് മാന്ത്രികവും കണ്ടുപിടിച്ചതും, ഋഷിമാർ തന്നെയാണ് ജ്യോത്സ്യം കണ്ടുപിടിച്ചതും, ഋഷിമാർ തന്നെയാണ് മരുന്നുകളും കണ്ടുപിടിച്ചത്. അല്ലാതെ നമ്മൾക്കൊരു അസുഖം വന്നാൽ അത് മന്ത്രം കൊണ്ട് മാറ്റാൻ കഴിയില്ല. അതിന് ഡോക്ടർ തന്നെ കാണണം. പിന്നെ ചില ലയർ കേസുകളൊക്കെ ഉണ്ട്. ഒരാൾക്ക് രോഗം വരാൻ വേണ്ടിയിട്ട് ആഭിചാരദോഷങ്ങൾ ചെയ്തു വെച്ചാൽ അയാൾക്ക് എന്നും രോഗങ്ങളെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മാത്രമേ നമ്മൾ ഇത് ചിന്തിക്കേണ്ടതുള്ളൂ. അല്ലാതെ ഒരു പനി വരുമ്പോഴേക്കും അയ്യോ എനിക്ക് എന്തോ ദോഷമുണ്ട് അങ്ങനെയൊന്നും ആദ്യം കൊള്ളേണ്ട ആവശ്യമില്ല. എൻ്റെ അച്ഛൻ ഇതുപോലെ പൂജ ചെയ്യുന്ന കാലങ്ങളിലൊക്കെ പറയണ്ടോ, ചില വീടുകളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് വല്ല അസുഖങ്ങളൊക്കെ വന്നാൽ ആദ്യം തന്നെ അച്ഛനെ വിചാരിച്ച് ഒരു കോയിനെ കൊഴിഞ്ഞു വയ്ക്കും ഇത്ര. അപ്പോൾ ആ രോഗം മാറും. എന്നിട്ട് മാറിയില്ലെങ്കിൽ മാത്രമേ അവർ ഡോക്ടറെ കാണുള്ളൂ. അന്ന് വിശ്വാസമില്ലാത്തവരാണെങ്കിലോ ആദ്യം ഡോക്ടറെ അടുത്തേക്ക് പോകും. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞ് ചേരോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് മാറും. അപ്പോൾ എല്ലാ അസുഖങ്ങളും അസുഖമല്ല, എന്നാൽ അസുഖം വരുന്ന കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഓവറായിട്ട് നമ്മളിതിൽ അന്ധവിശ്വാസമായിട്ടും ജീവിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം ഒരു സഹോദരി വോയിസ് മെസ്സേജ് അറിയിച്ചിരുന്നു. രോഗങ്ങളെ കൊണ്ട് വളരെ കഷ്ടപ്പെടുന്നുണ്ട്, എന്തെങ്കിലും അതിനുള്ള വല്ല ക്രിയകളോ മന്ത്രങ്ങളോ പ്രാർത്ഥനകളോ ഉണ്ടെങ്കിൽ അതൊന്നും പരിചയപ്പെടുത്തി തരൂ സ്വാമി എന്ന് ഒരു സഹോദരി പറയേണ്ടായി. അതിന് ബദലാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. പറഞ്ഞു വന്നപ്പോൾ ആ സഹോദരിക്ക് തൈറോയിഡിൻ്റെ അസുഖങ്ങൾ 200-500 ഉള്ള ഗുളികകളാണ് കഴിക്കണേ എന്നൊക്കെ പറയണ്ടായി. അപ്പോൾ ഞാൻ അവരോട് സമാധാനിപ്പിച്ചു, രോഗങ്ങൾ മാറുന്നതിനുള്ള ഒരു എപ്പിസോഡ് ഞാൻ അടുത്ത് തന്നെ ചെയ്യാം. ഇപ്പോൾ ആ സഹോദരി തൈറോയിഡിന് വല്ല മരുന്നുകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ആദ്യം ഈ തൈറോയിഡിന് ഒരു രോഗ പരിഹാരമായിട്ട് ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ഈ തൈറോയിഡ് മുഖേന നമ്മൾക്കറിയാം മുടി കൊഴിഞ്ഞു പോകും, ശബ്ദം ഉയരില്ല. ഈ സിംഗേഴ്സിനൊക്കെ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് നന്നായി പാടാൻ കഴിയില്ല, മേലെ പാടാനൊന്നും കഴിയില്ല. പിന്നെ കുറേ പാരമ്പര്യം ഉണ്ടാവുമായിരിക്കും. മെയിനായിട്ട് ഇത് സംഭവം വെച്ചാൽ വെള്ളം കുടിക്കണം. വളരെ വിശേഷമായിട്ട് കരുതേണ്ട സംഭവമാണ്. വെള്ളം ഒരുപാട് കുടിക്കണം. ചെറുപ്പകാലത്ത് വെള്ളം കുടിക്കാത്തവർക്കാണ് കൂടുതലും ഇത് വരുന്നത്. 2 എന്ന് പറയുന്നത് അസിഡിറ്റി, നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി കൂടിയത് മുഖേനയാണ് ഈ അസുഖം വരുന്നത്. പിന്നെയാണ് സാങ്കേതികപരമായിട്ടുള്ള കാരണങ്ങളുള്ളൂ. ഈ 2 കാരണത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ ഈ അസുഖം വളരെ നിർമ്മലമായി മാറി വരുന്നതായി കാണാം. ഒരുപാട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ വേവിക്കാതുള്ള ഭക്ഷണങ്ങൾ പരമാവധി കഴിക്കുക. വേവിച്ച ഭക്ഷണം ഒരു നേരം കഴിക്കുക, ബാക്കിയുള്ള സമയത്ത് വേവിക്കാതെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഒരു 40 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു സിലബസിലേക്ക് മാറണം.
അപ്പോൾ നമ്മൾക്ക് ഒരുപാട് കാലം ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, ജീവിക്കുന്ന കാലം വരെ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ. അതാണ് അതിൻ്റെ ഒരു തത്വം. ഇന്നത്തെ ഈ തൈറോയിഡ് മാറുന്നതിനുള്ള ചികിത്സ ഞാനിപ്പോൾ പറയാം. അതിനാദ്യം നമ്മൾക്ക് നിത്യകർമാദികൾ ആചാരങ്ങളൊക്കെ ഉള്ള ഒരാളാവണം. മരുന്നും മന്ത്രങ്ങളും കൂടിയാവുമ്പോഴാണ് അതിന് ഫലമുണ്ടാകുന്നത്. ഏതൊരു അലോപ്പതി ഡോക്ടറായാലും ആ ഓപ്പറേഷൻ്റെ സമയത്ത്, ആ കത്തിയെടുക്കുന്ന സമയത്തും അവർ പ്രാർത്ഥിക്കുന്നതായി കാണാൻ പറ്റും. ഇപ്പോൾ ഐസക് ന്യൂട്ടനൊക്കെ വലിയ ശാസ്ത്രങ്ങൾ കണ്ടുപിടിച്ച ആൾക്കാർ, അവരും ദൈവവിശ്വാസികളായിരുന്നു. അവരോട് ചോദിക്കേണ്ടത്, നിങ്ങളെങ്ങനെ കണ്ടുപിടിച്ച്? ഇതൊക്കെ ഈശ്വരൻ്റെ ലീലകളാണ്. ഐസക് ന്യൂട്ടൻ ഒരുപാട് തവണ ഭാരത ഉപനിഷത്തുകൾ വായിച്ചിരുന്നു എന്നാണ് പറയണത്. അതിൽ നിന്നാണ് ഈ ഗുരുത്വാകർഷണ ബലമൊക്കെ എന്താണ് ഇതിൻ്റെ തത്വങ്ങൾ അറിഞ്ഞിരിക്കാൻ ഇന്നത്തെ ലളിതമായ ജീവിതത്തിൽ മനുഷ്യർക്ക് പകർന്നു കൊടുക്കണമെന്ന ഉദ്ദേശത്തിലാണ് അതിലേക്ക് തിരിഞ്ഞത്. അല്ലാതെ ഒരു ആപ്പിൾ തലയിൽ വീണിട്ടൊന്നല്ല. അത് അദ്ദേഹം തന്നെ സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. അനേക പ്രാവശ്യം ഭാരത നിഗൂഢമായിട്ടുള്ള ശാസ്ത്രങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയേണ്ടായി. അതുപോലെ ഹോമിയോപ്പതി കണ്ടുപിടിച്ച ഹാനിമാൻ എന്ന് പറയുന്ന വ്യക്തി 177 തവണ ഭാരതത്തിലെ ചരകൻ്റെയും ശുശ്രുതൻ്റെയും ഗ്രന്ഥങ്ങൾ 177 തവണ വായിച്ചിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അലോപ്പതി കൊണ്ട്, അദ്ദേഹം ഒരു അലോപ്പതി ഡോക്ടറായിരുന്നു, അലോപ്പതി കൊണ്ട് ഒരാളുടെയും രോഗത്തെ മാറ്റാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോഴാണ് അദ്ദേഹത്തിന് വേറൊരു ചിന്താഗതി ഇതുണ്ടാവണം. അങ്ങനെയാണ് ഹോമിയോപ്പതി അദ്ദേഹം കണ്ടുപിടിച്ചത്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളെ ഒരു ശാസ്ത്രവും ഒരു വേദങ്ങളോ ഒരു സിലബസിലോ നമ്മളെ പഠിപ്പിച്ചില്ല. കാരണം ഇവിടെ ഹിന്ദു ഉയർന്നു വരുന്ന അവർക്ക് പേടിയുള്ളതുണ്ട്. ഹിന്ദു എന്ന് പറയുന്നത് ഭാരതത്തിലെ സംസ്കാരത്തിൽ ജീവിക്കുന്നവരെ പറയുന്ന പേരാണ്. ആ സംസ്കാരം നമുക്ക് വിദ്യാഭ്യാസവും കിട്ടുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ ഒരുപാട് ജനങ്ങൾ വന്നു തുടങ്ങുന്നു. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഹിന്ദു മതം സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾക്ക് ഇതൊക്കെ വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയൊക്കെ വല്ലാത്തൊരു അസഹ്യമായി തോന്നി തുടങ്ങി. അപ്പം അങ്ങനെ ആവരുത്. പ്രാർത്ഥനയോടുകൂടി മരുന്ന് സേവിച്ചാൽ ആ മരുന്ന് സേവയ്ക്ക് ഫലം കിട്ടും. ഇന്നത്തെ ഈ തൈറോയിഡിനുള്ള ഈ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സംഭവം ജാതിപത്രി, അതായത് പച്ചയല്ല, ഉണക്ക ജാതിപത്രി എടുക്കണം. ഒന്ന് ഉണക്ക ജാതിപത്രി എടുത്ത് അത് ഒരെണ്ണം മതി. രണ്ട് വേണ്ടതെന്ന് വെച്ചാൽ കാട്ടുജീരകം ഒരു 5 ഗ്രാമോളം എടുക്കണം. അപ്പോൾ ജാതിപത്രി ഒന്ന്, കാട്ടുജീരകം ഒരു 5 ഗ്രാമോളം, കടുക്കാത്തോട് എന്ന് പറയുന്നത് നമ്മുടെ പെട്ടി മരുന്ന് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ 3 കൂട്ടങ്ങൾ വളരെ നൈസായിട്ട് പൊടിച്ച് വയ്ക്കണം. ഇത് നമ്മൾക്കൊരാഴ്ചയിലേക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതനുസരിച്ച് 7 ദിവസത്തേക്കുള്ള എന്ന് പറഞ്ഞാൽ 7 ജാതിപത്രി ആയിട്ട് എടുത്തു വയ്ക്കാൻ പറ്റും. അല്ല, ഞാൻ നിത്യം ഉപയോഗിക്കുന്ന ഒരളവാണ് ഇവിടെ പറയണത്. ജാതിപത്രി 1, അതുപോലെ തന്നെ കടുക്കാത്തോട് ഒരെണ്ണം, കാട്ടുജീരകം 5 ഗ്രാം. ഈ 3 കൂട്ടം വളരെ നൈസായിട്ട് അരച്ചെടുത്തിട്ട് അത് വെള്ളം വെച്ച് തിളപ്പിച്ച്, അതൊരു 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് അത് 1 ഗ്ലാസ് ആക്കി വെക്കണം. തലേ ദിവസം ആക്കി വെക്കണം. അലൂമിനിയം പാത്രം ഒഴിവാക്കണം. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് തലേ ദിവസം അളവായി കഴിഞ്ഞാൽ
മൂടി വയ്ക്കുക. നേരം വെളുക്കുമ്പോൾ അത് അരിച്ചെടുത്ത് ആ വെള്ളം 21 ദിവസം കഴിച്ചാൽ നിങ്ങളുടെ തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ മാറും. ഇത് അത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുക, ഇപ്പം എങ്ങനെ നിൽക്കണമെന്ന് നോക്കിയിട്ട് വീണ്ടും ഇതുപോലെ കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നിരന്തരമായിട്ട് കുറച്ച് നാളടുപ്പിച്ച് കഴിച്ചാൽ 21 ദിവസം കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യണം, എന്നിട്ട് പിന്നെ കഴിക്കാവൂ. അതനുസരിച്ച് കഴിക്കുക. പൂർണ്ണമായിട്ടും മാറിയ ആൾക്കാരുണ്ട്. ഒത്തിരി കൂടി കാലപ്പഴക്കമുള്ളവരാണെങ്കിലാണ് പിന്നെയും കഴിക്കേണ്ടതുള്ളൂ. എന്തായാലും 21 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ തൈറോയ്ഡ് സംബന്ധമായ അസുഖം മാറും. ഇത്തരം അറിവുകൾ, മരുന്നും മന്ത്രങ്ങളും എന്ന് പറയുന്ന ആ രീതികളെല്ലാം ഈ മാന്ത്രികം പഠിക്കുന്ന ആ സിലബസിൽ ഉൾപ്പെട്ടതാണ്. പല മാന്ത്രിക കാര്യങ്ങൾക്കും മരുന്ന് തന്നെ ഉപയോഗിച്ച് ചെയ്യുന്നതായി കാണാൻ പറ്റും. പൊടി, അതുപോലെ ഉച്ചാടനം, മാരണം, ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്കൊക്കെ മരുന്നുകളും ഉപയോഗിക്കുന്നതായി കാണാം. അതും അക്കൂട്ടത്തിൽ പഠിച്ച കുറേ കാര്യങ്ങളാണ് ഈ തൈറോയ്ഡ് സംബന്ധമായ ഈ രോഗത്തിന് പരിഹാരം. ഇത് നിങ്ങളെല്ലാവരും പരീക്ഷിക്കുക. നിങ്ങൾ രോഗമുള്ളവർ എല്ലാവരും പരീക്ഷിക്കുക. നിങ്ങളുടെ രോഗങ്ങൾ പൂർണ്ണമായി മാറും. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഫലിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഈ മരുന്ന് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. കാരണം പച്ചമരുന്നുകളായതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. മറ്റൊരു അറിവുമായി വരുന്നതുവരെ എല്ലാവരെയും കുടുംബ പരദേവത അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയോം നമഃ ശിവായ.